നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഏത് ഫോട്ടോ കൊടുത്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പിക്സാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സൈഡിൽ കാണുന്ന ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇവിടെ 2 ലെയറായിട്ട് കാണാം, നമ്മൾ ഫോട്ടോ അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് നമ്മൾ കളർ മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ കാണുന്ന ആ ഒരു പെയിൻറ്റിൻ്റെ കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു പെയിൻറ്റിൻ്റെ സിമ്പൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പം വൈറ്റാണ് സെലക്ട് ചെയ്യുന്നത്. വൈറ്റ് സെലക്ട് ചെയ്താൽ താഴെ അതിൻ്റെ ഓപ്പോസിറ്റ് കൂട്ടാനും കുറക്കാനുള്ള ഒരു മെനു അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടൂൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം രീതിയിൽ കാണുന്ന രീതിയിൽ വരക്കാൻ പറ്റുമെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഒരു 45 അല്ലെങ്കിൽ 50 രീതിയിലേക്ക് മാറ്റിയതിന് ശേഷം ഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഇവിടെ കാണാം, അത് സെലക്ട് ചെയ്യുക. ഒരു നോർമൽ സൈസിലേക്ക് ആക്കി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ആദ്യമേ പറയാം, ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് അത്രത്തോളം ആയിട്ട് വരില്ല. കാരണം 2-3 പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ ഈ ഒരു രീതിയിൽ വരച്ചെടുക്കാൻ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് വരക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നല്ല സമയം എടുത്ത് വരക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. ഏറ്റവും കൂടുതൽ ഈസി ആണെങ്കിലും നല്ല സമയം എടുത്തിട്ട് സൂം ചെയ്ത് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരോ അത്രത്തോളം ഈ ഒരു ബ്രഷിൻ്റെ ഓരോ സൈസൊക്കെ നോക്കിയിട്ട് വിട്ടുപോയ ഭാഗമൊക്കെ അവിടെയൊക്കെ ഇപ്പം വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് സൂം ചെയ്തിട്ട് അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് വരച്ചാൽ മാത്രമേ ശരിക്കും ആ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ആ ഒരു ഇത് അവിടെ കാണാൻ പറ്റും. ഇത് ഞാൻ ഇതുവരെ വരച്ച് നോക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് വരക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് എന്നുള്ളത് കുറച്ചുകൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഈ ഒരു ഇമേജിൻ്റെ എവിടെയൊക്കെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്.
അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐയും അതുപോലെ തന്നെ നമ്മുടെ മൗത്തുമാണ് മെയിനായിട്ട് നല്ല രീതിയിലാവേണ്ടത്. അത് ആണ് നമ്മൾ ഓരോരുത്തരുടെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് തിരിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് വരക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിതിന് പെയിൻ്റൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു വരച്ചിട്ട് ആ ഒരു സേവ് ദ ഡേറ്റ് എന്ന് കാണിക്കുന്ന പോലെ തന്നെ അതിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് കളറായിട്ട് വരച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പിക്സാർട്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ വരയ്ക്കുന്ന ലെയറൊക്കെ മുകളിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. ഇത് വീഡിയോന് വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് വരച്ച് തീർത്തത്. കാരണം ഒരുപാട് ലോങ് വീഡിയോ ആയി പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നതെങ്കിൽ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ 1-2 ഫോട്ടോ വരക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ നിങ്ങൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നോക്കുക എത്രത്തോളം ആവുന്നുണ്ടെന്നുള്ളത്. എന്നിട്ട് പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കളർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചെയ്ത ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ സ്കിൻ കളറായിട്ടുള്ള ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ സാധാരണ ബ്രഷ് അല്ല സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ബ്രഷാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഒരു എയറിൻ്റെ ഒക്കെ അതേ ഒരു സ്റ്റൈൽ കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്തത്. നമുക്ക് എവിടെയൊക്കെയാണോ മുടിയൊക്കെ ഉള്ളതെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ ഒരു ബ്രഷ് കൊണ്ടുപോയിട്ട് ബ്ലാക്ക് ആക്കി കൊടുക്കണം. അടുത്തത് നമ്മൾ ചെയ്യുന്നത് സ്കിന്നിൻ്റെ കളറാണ്. സ്കിന്നിൻ്റെ കളറ് അധികവും വരുന്നത് ഈ ഒരു കളറിലേക്കായിട്ടാണ്. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത അതേ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുക. ചുറ്റി മാക്സിമം കുറച്ച് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ബ്ലാക്കിൻ്റെ മുകളിലേക്ക് ഈ ഒരു പെയിൻറ്റ് കയറിപ്പോവാതെ നോക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഏതാണ് സ്കിൻ കളർ ഇഷ്ടപ്പെട്ടതെന്നുള്ളതനുസരിച്ച് ആ ഒരു കളറ് ചെയ്ത് കൊടുക്കുക.
ബേസിക്കായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മാത്രമാണ് കാണിച്ചു തന്നത്. നിങ്ങളിവിടെ ഫോട്ടോ നോക്കുമ്പോൾ നല്ല ഡിഫറൻറ്റ് കാണാം, കാരണം ഞാൻ അത്രത്തോളം കറക്റ്റായിട്ടല്ല ചെയ്തത്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. നമുക്ക് പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് റെഡി ആയിട്ട് വരും. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ടൈം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.